നെക്സ്റ്റ് വരാം കണ്ടന്റ് മാർക്കറ്റിംഗ്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് വാല്യുബിൾ കണ്ടന്റ് ടു അട്രാക്ട് ആൻഡ് എൻഗേജ് ഓഡിയൻസ്. അപ്പോൾ നമുക്കൊരു ഓഡിയൻസ് എൻഗേജ് ചെയ്യാൻ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ് സർവീസ് ആണ് ആ പ്രൊഡക്റ്റോ സർവീസിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാനൊക്കെയാണ് മെയിൻലി കണ്ടന്റ് മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഒരു ബ്ലോഗ് പോസ്റ്റ് റൈറ്റ് ചെയ്യുന്നതാകാം, ഒരു ഇ ബുക്ക് ആകാം, ഇൻഫോഗ്രാഫിക്സ് ആകാം, വീഡിയോസ് ആകാം, എന്തും ആകാം. ഇതിനെ നമുക്ക് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു കണ്ടന്റ് നമ്മൾ ആര് വ്യൂവറിന് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി ഫണൽ ആയിട്ടുള്ള ടോപ്പ് എന്ന് പറയുന്ന ടോപ്പ് ഓഫ് ദി ഫണൽ പീപ്പിൾസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സർവീസിനെ കുറിച്ച് അവർക്ക് അവയർനെസ് കൊടുക്കുന്നത് അതിനൊക്കെ നമുക്ക് കണ്ടന്റ് എന്ന രൂപേണ കൊടുക്കാൻ സാധിക്കുന്നത് ആയിരിക്കും. സെക്കൻഡ് ബെനിഫിറ്റ്സ് ബിൽഡിംഗ് അതോറിറ്റി ആൻഡ് ഡ്രൈവ് ഓർഗാനിക് ട്രാഫിക്. കാര്യം നമുക്കൊരു ഇപ്പം ഞാൻ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് വീഡിയോസ് എൻ്റെ ഒരു അതോറിറ്റിയിലെ ആ ഒരു നിഷിനെ എൻ്റെ ഒരു നോളേജ് അപ്പോൾ ആൾക്കാർ ഇത് കാണുന്ന ആൾക്കാർ ഈ പയ്യന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ ഈ പയ്യൻ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നൊരു തോട്ട് പ്രോസസ്സ് അവരുടെ മൈൻഡിൽ വരും. കാര്യം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത് അതിനെക്കുറിച്ച് ഞാൻ ലേൺ ചെയ്ത് അതിനെക്കുറിച്ച് ഡോക്യുമെന്റ് ചെയ്ത് ഇതൊക്കെ ടോപ്പ് ഓഫ് ദി ഫണൽ തിങ് ആണ്. ഇപ്പം